മിറർ എക്സസൈസ് മെഡിറ്റേഷൻ DFന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. നമ്മളിതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ തന്നെ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ടാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുന്നേ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലം വളരെ ശാന്തമായിട്ടുള്ള ഒരു മുറിയായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മിറർ വളരെ ക്ലീൻ ആയിരിക്കണം. പിന്നെ ഒരു സോഫ്റ്റ് ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എക്സ്പെഷ്യലി കാൻഡിൽ ലൈറ്റ് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. വളരെ സിമ്പിളാണ്, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾക്ക് ഗ്രൗണ്ടിങ് ചെയ്യാം. 1 മിനിറ്റോളം എങ്കിലും ഗ്രൗണ്ടിങ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മിററിന് മുന്നിൽ നേരെ ഇരിക്കുകയാണ്. ഇരിക്കാൻ സാധിക്കാത്തവർക്ക് നിൽക്കാം. കണ്ണടയ്ക്കുക. 3 ടൈംസ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, നമുക്ക് ആ ശ്വാസത്തിൽ കൂടെ തന്നെ പറയാം. ഞാൻ സേഫാണ്, ഞാൻ പ്രസൻ്റാണ്. ഞാൻ സേഫാണ്, ഞാൻ പ്രസൻ്റാണ്. ഞാൻ സേഫാണ്, ഞാൻ പ്രസൻ്റാണ്. നമ്മുടെ കാൽപാദത്തിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. മൈൻഡിൻ്റെ, മനസ്സിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മുടെ കാൽപാദത്തിൽ നിന്നും എർത്തിലേക്ക് റൂട്ട്സുകൾ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. വേരുകൾ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മുടെ കാൽപാദത്തിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണക്റ്റഡായി. ദെൻ കണ്ണുകൾ തുറന്ന് സ്വന്തം കണ്ണുകളിലേക്ക് നോക്കുക. നമ്മുടെ കണ്ണുകൾ തുറന്ന് സ്വന്തം കണ്ണുകളിലേക്ക് നോക്കുക. നമ്മുടെ ഫേസിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ആവശ്യമില്ലാത്ത സ്മൈലൊന്നും ഫോഴ്സ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുക. ആദ്യം നമുക്ക് ചെറുതായിട്ടൊരു ഓക്വേർഡായിട്ടുള്ളൊരു ഫീലിങ്സ് വരും. അത് നോർമലാണ്. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഹാർട്ടിൽ വയ്ക്കുന്നു. സോഫ്റ്റ് വോയിസിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ പറയുക: ഞാൻ നിന്നെ കാണുന്നു, നിൻ്റെ പെയിൻ ഞാൻ അംഗീകരിക്കുന്നു, നീ ഇനി ഒറ്റയല്ല. ഞാൻ നിന്നെ കാണുന്നു, നിൻ്റെ പെയിൻ ഞാൻ അംഗീകരിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നെ കാണുന്നു, നിൻ്റെ പെയിൻ ഞാൻ അംഗീകരിക്കുന്നു, നീ ഇനി ഒറ്റയ്ക്കല്ല. ഇങ്ങനെ പറയുന്ന സമയത്ത് DFന് ഇമോഷൻസ് വരുമ്പോൾ അത് തുടയ്ക്കാൻ നിൽക്കണ്ട. അത് കണ്ണുനീരായിട്ട് പോയിക്കോട്ടെ. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളോട് പറയാനുള്ളത്, എന്താണോ നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ കണ്ണിൽ നോക്കി നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത് പറയുക. എന്ത് വിഷമമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, എന്ത് വിഷമമാണോ നിങ്ങൾ സഫർ ചെയ്ത് പിടിച്ചിട്ടുള്ളത്, ആ വിഷമം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പറയുക. സാവധാനം, സമയമെടുത്ത് പറയുക. ഓക്കെ. അതിനുശേഷം വീണ്ടും മിററിലേക്ക് തന്നെ നോക്കുക. ഓരോ സെൻറ്റൻസ് പറയുന്നതും നിങ്ങൾക്ക് ഫീൽ ആകുന്നതായിട്ട് അതുപോലെ നിങ്ങൾ പറയുക. ഇനി എനിക്ക് ഞാൻ തന്നെ മതിയാകുന്നു. ഞാൻ ലവ് ഡിസർവ് ചെയ്യുന്നവളാണ്. എൻ്റെ വാല്യൂ ആർക്കും തന്നെ എടുത്തു കളയാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ കയ്യിൽ സേഫാണ്. ഞാനൊരു സേഫായിട്ടുള്ള സ്പേസിലാണുള്ളത്. എനിക്ക് ഞാൻ തന്നെ മതിയാകുന്നു. ഞാൻ ലവ് ഡിസർവ് ചെയ്യുന്നവളാണ്. എൻ്റെ വാല്യൂ ആർക്കും തന്നെ എടുത്തു കളയാൻ സാധിക്കുന്നതല്ല. ഞാൻ എന്നെ തന്നെ ഒരു സേഫ് സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ വാചകങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയാം. കാരണം നിങ്ങൾ നിങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന സമയമാണിപ്പോൾ. എനിക്ക് ഞാൻ തന്നെ മതിയാകുന്നു. ഞാൻ ലവ് ഡിസർവ് ചെയ്യുന്നവളാണ്. എൻ്റെ വാല്യൂ ആർക്കും തന്നെ എടുത്തു കളയാൻ സാധിക്കുകയില്ല. ഞാൻ എന്നെ സേഫായിട്ടുള്ള സ്പേസിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളെ മാത്രം മെൻഷൻ ചെയ്താൽ മതി.
ദെൻ നമ്മൾ വീണ്ടും മിററിലേക്ക് നമ്മുടെ കുഞ്ഞു മുഖം കാണുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മുടെ കുഞ്ഞു മുഖം, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞു മുഖം, നമ്മുടെ ചെറുപ്പത്തിലെ ഉള്ള നമ്മളാണ്. മിററിൽ നോക്കിയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ കുഞ്ഞുനാളിലുള്ള നമ്മളോടാണ്. ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി നിന്നെ ആർക്കും തന്നെ വിഷമിപ്പിക്കാനോ അബാൻഡൻമെൻറ്റിലേക്കോ തള്ളിവിടാൻ സാധിക്കുകയില്ല. നിനക്ക് കരയാം, നിൻ്റെ കൂടെ ഞാനുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള വിഷമങ്ങൾ ഇപ്പോഴും മാറാതെ മനസ്സിൽ കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ തുറന്ന് സംസാരിക്കാം. ഹൃദയം തുറന്ന് നിങ്ങൾ സംസാരിക്കൂ. ഈ സമയം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളിലേക്ക് മാത്രമാണ്. അത് മറ്റാരും തന്നെ കേൾക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ വിഷമങ്ങളെ ഓരോന്നായിട്ട് പറയൂ, റിലീസ് ചെയ്യൂ. സമാധാനത്തിൽ അത് പറയുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ തന്നെയുണ്ട്, കരയണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാം, സമാധാനമായിട്ടിരിക്കൂ, ഇനി നിന്നെ ആരും തന്നെ അബാൻഡൻമെൻറ്റ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുക. നമ്മുടെ അബാൻഡൻമെൻറ്റ് വൂണ്ടാണ് നമ്മളിപ്പോൾ ഹീൽ ചെയ്യുന്നത്. എന്തൊക്കെ വിഷമങ്ങളാണോ കുഞ്ഞുകാലത്ത് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണോ ആ കുഞ്ഞ് സഫർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും തന്നെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് സംസാരിക്കൂ. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കൂ. കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നോട്ടെ, കരഞ്ഞോട്ടെ, ഹീലാകുന്നതാണ്. ഈ സമയം സമാധാനത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കൂ. ദെൻ നമുക്ക് തന്നെ ബ്ലെസ്സിങ് കൊടുക്കാം. കണ്ണുകൾ തുറക്കുക. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ ഫോർഗീവ് ചെയ്യുന്നു. ഞാൻ എന്നെ ലവ് ചെയ്യുന്നു. ഇങ്ങനെ നിർബന്ധമായിട്ടും പറയുക ഈ 3 സെൻറ്റൻസ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ ഫോർഗീവ് ചെയ്യുന്നു. ഞാൻ എന്നെ ലവ് ചെയ്യുന്നു. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്നെ ഫോർഗീവ് ചെയ്യുന്നു. ഞാൻ എന്നെ ലവ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ കണ്ണുകളൊക്കെ തുറക്കാം, റിലാക്സ്ഡ് ആവാം. നമ്മളിപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ മിറർ എക്സസൈസിങ് കഴിഞ്ഞു. റിലാക്സ് ആയിട്ട് ഇരിക്കുക. നമ്മളുടെ കൈകൾ കൊണ്ട് നമ്മുടെ കണ്ണ് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കുക. നമ്മുടെ കൈകൾ തന്നെ ഉപയോഗിച്ച് തുടയ്ക്കുക. നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കുക. ചെറിയ ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളത് കുടിക്കുക. മസ്റ്റായിട്ടും കുടിക്കണം. പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ജേണൽ എഴുതണം. നിങ്ങളുടെ ഒരു ഡയറി എടുത്തിട്ട് നിങ്ങൾ ജേണൽ എഴുതണം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ മിറർ എക്സസൈസിലൂടെ പറഞ്ഞു, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നിങ്ങൾ തന്നെ എഴുതി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ് ജേണലായിട്ട്. മസ്റ്റായിട്ട് മിറർ എക്സസൈസ് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കണം. അതിനുശേഷം നിങ്ങൾ ജേണൽ എഴുതണം. അത് നമ്മളുടെ ഹീലിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ചെയ്യുന്നത് ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒരു വീക്കിലിപ്പോൾ 3-2 പ്രാവശ്യമൊക്കെ ചെയ്യാം. ഹെവി ഇമോഷൻസോ എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ എന്തെങ്കിലും കാരണവശാൽ ഓക്കെ അല്ലെങ്കിൽ അത്തരം ദിവസങ്ങൾ മിറർ എക്സസൈസിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിറർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആരുടെയും ഒരു ഡയറക്ഷനൊന്നും വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ സ്ക്രിപ്റ്റും തയ്യാറാക്കേണ്ടത്, നമ്മൾ തന്നെയാണ് ഇത് ചെയ്യേണ്ടതും. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ മിറർ എക്സസൈസ് എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഒരു വ്യാപ്തിയിലേക്ക് എത്തുള്ളൂ. ഇതാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പാറ്റേൺ. ഇതാണ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാവർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഡിവൈൻ.